അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സമുദായം പഠിക്കേണ്ട ഒരുപാട് മാതൃകകളുണ്ട്. അതിലൊന്ന് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്തുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയാണ്. ആ മേഖലയിലും അലി റളിയല്ലാഹു അൻഹു അതീവ സൂക്ഷ്മത, അതീവ തഖ്വ കൈകൊണ്ടു എന്നുള്ളതാണ്. ഇസ്ഫഹാനിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്ന അംർ ഇബ്നു സലമ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പൊതുഖജനാവിലേക്ക് തേൻകുപ്പികളും നെയ്യുമടക്കമുള്ള സ്വത്തുക്കൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ തേൻകുപ്പികളും അതുപോലെ തന്നെ നെയ്യുമെല്ലാം അളന്നു നോക്കി. അപ്പോഴാണ് തേനിൽ അല്പം കുറവ് അനുഭവപ്പെട്ടത്. അലി റളിയല്ലാഹു അൻഹുവിന് തേനിൽ അല്പം കുറവ് അനുഭവപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു അന്വേഷിക്കുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അവർക്ക് തേനിനോട് വല്ലാത്ത താല്പര്യം തോന്നുകയും അങ്ങനെ ഉദ്യോഗസ്ഥനായ അംർ ഇബ്നു സലമയോട് അല്പം തേന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുകയും അദ്ദേഹം തേനിൽ നിന്ന് അല്പം മാത്രം ഉമ്മു കുൽസൂമിന് നൽകുകയും ചെയ്തുവെന്നാണ് ചരിത്രം. പക്ഷെ എന്താണ് നമ്മൾ വായിക്കുന്നത്? പിന്നീട് അലി റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അംർ ഇബ്നു സലമയോട് പറഞ്ഞു, ഉമ്മു കുൽസൂമാണ് അത് എടുത്തിട്ടുള്ളതെങ്കിൽ പോലും പൊതുഖജനാവിലേക്കുള്ളതാണ്, അത് കൃത്യമായിട്ട് തിരിച്ചു ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമ്മു കുൽസൂമിന്റെ അടുക്കൽ പോയി വാങ്ങുക. ഉമ്മു കുൽസൂം അത് തിരിച്ചു നൽകി എന്നുള്ളതാണ്. തിരിച്ചു നൽകിയപ്പോ അവിടെ തേൻ അല്പം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ചത് അതിന്റെ സംഖ്യ 3 ദിർഹം അവരിൽ നിന്ന് ഈടാക്കി എന്നുള്ളതാണ്. പൊതുഖജനാവ് കൈകാര്യം ചെയ്യുന്നിടത്ത് മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവരെ കൈകൊണ്ട അതേ സൂക്ഷ്മത, അതേ സാമ്പത്തിക സുതാര്യത, അതേ അളവിൽ തന്നെ ഗൗരവത്തോടെ കൈകൊള്ളുവാൻ അലി റളിയല്ലാഹു അൻഹുവിനും സാധ്യമായി എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.